പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പറഞ്ഞ കഥ തന്നെയാണ് ഞാനിപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വീണ്ടും വീണ്ടും അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനായിട്ട് പറ്റണില്ല. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ ആ വിഷയത്തിനെ സംബന്ധിച്ച് കണ്ട ഒരു വാർത്ത, നമ്മുടെ കൊല്ലം സുധീരൻ മോനുണ്ടല്ലോ, കൊല്ലം സുധീരൻ മോൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ രേണു ഈ വക ലീലാവിലാസങ്ങളൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഇവർ ഫാമിലി, ആ അമ്മയും മക്കളും തമ്മിൽ ഒരു ചാനൽ തുടങ്ങിയിരുന്നുവെങ്കിൽ എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ഈ ഇവരുടെയും കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യാതെ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരിക. ഒരു മോഡലിങ്, രേണുവിൻ്റെ എന്തെന്നാ പറയുക, ഒരു കുടുംബിനിയാണ്. ഇതേപോലെ ഒരു ആൺകുട്ടിയുണ്ട് ഇല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാം, പ്രായത്തിനൊരു മോനുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കുടുംബിനിയായിരുന്ന, സുധിയുടെ ഭാര്യയായിരുന്ന ആ പെൺകുട്ടി ചരട് പൊട്ടിച്ച് പുറത്ത് ചാടി, എന്താ പറയുക, ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഉള്ളിൽ. അല്ലാതെ എന്ന് പറഞ്ഞാലേ, സാധാരണ ഒരു പെൺകുട്ടി ഇത്ര പ്രായമായൊരു മകൻ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, പെറ്റമ്മ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ച് നമ്മളെ ഒരു കുട്ടി, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി അമ്മയെന്ന് വിളിക്കുമ്പോൾ അല്ലേ നമ്മളുണ്ടാകുന്നൊരു ഫീലിങ്, അത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മോൻ അമ്മയെന്ന് വിളിച്ച് കൂടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വേഷങ്ങളൊക്കെ ഇല്ലാതെ വയറ് കാണിച്ചും അവിടെ കാണിച്ചും ഇവിടെ കാണിച്ചും മോഡലിംഗ് എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ പൊന്നു തമ്പുരാനെ, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഓന്താണ്, പേടിച്ചു പോയി. ശരി തന്നെയാണ്, നമ്മൾ എന്തും ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഈ ഉണങ്ങി ശുഷ്കിച്ച കക്ഷവും കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബോറാണ്. ബോറെന്ന് പറഞ്ഞാൽ വരാത്ത ബോറ്. ആർക്കും ആവാം, എന്തും ആവാം, അങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത്. പക്ഷേ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താണെന്ന് പറയാൻ എനിക്ക് പറ്റണില്ല കേട്ടോ. ഇപ്പോൾ ഈ മോൻ, ഈ കിച്ചു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവൻ വെറും 5 വീഡിയോസ് ഇട്ടുള്ളൂ, പക്ഷേ 26.5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിലൊരാൾ ഞാനുമാണ് കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എത്രയും പെട്ടെന്ന് മോട്ടിവേഷനൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ തോന്നുന്നു. അത്ര സ്പീഡിലാണ് ആ ചാനലിൻ്റെ ഒരു പോക്ക്. ഈ രേണു പല സമയത്തും പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല എന്ന്. പക്ഷെ ആ കുട്ടി ഒരു ചാനലിൽ വന്നിട്ട് നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് നടക്കണേലേ. ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യണം, ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ. രേണു ഓൺലൈനിൽ വന്നിട്ട് തെറിപ്പാട്ട്, അതങ്ങനെ വേറെ. എന്തൊക്കെയാണ് നടക്കണത്. നമുക്കേ ഒരു മനസ്സമാധാനം ആണ് ഏറ്റവും വലിയ അത്യാവശ്യം. അത് കഴിഞ്ഞിട്ടാണ് പൈസയൊക്കെ. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ എന്തോ കരുതി കൂട്ടിയിരുന്ന പോലെ, ഇത് മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം പുറത്ത് ചാടിയ പോലെയാണ് ആ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. സുധിയുള്ള കാലത്ത് അടച്ചു കെട്ടി വീടിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച പോലെ സുധി പോയി ആൾ പുറംചാടി. എന്തൊക്കെയൊക്കെ ഇങ്ങനെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ നടക്കണതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിക്കാൻ പൈസ വേണം. പൈസയ്ക്കാണ് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് മഹാമോശം. മോൻ്റെ കൂടെ നിന്നിട്ട് മക്കളെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് അതല്ല, കയറ് പൊട്ടിച്ച് വിട്ട പശുവിൻ്റെ മാതിരിയാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എവിടെ ചെന്നെത്തും, എവിടെ കൊണ്ട് ഇടിച്ച് നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇപ്പം മോൻ ആ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴാണ് വെറും 5 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, പക്ഷേ 26.5K സബ്സ്ക്രൈബേഴ്സ്. അതിലൊരാളായതിൽ എനിക്ക് സന്തോഷം. ഞാൻ കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്, മോനതിൻ്റെ റിപ്ലൈ തരാറുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, നല്ലൊരു ഭാവി ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. എന്നിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഒന്ന് നോക്കി, സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒരു ഇൻ്റർവ്യൂവിൽ അമ്മയും മോനും ഇരിക്കുക.
അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് മഹാമോശമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ആൾക്കാർ കമൻറ്റൊക്കെ ഇടുമ്പോൾ മോൻ്റെ അഭിപ്രായം എന്താ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിച്ചു പറയുന്നത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മ എന്താ അങ്ങനെ ആൾക്കാർ കമൻറ്റ് ഇടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തുമ്പോഴത്തേക്കും രേണു പറയാണ്, മോന് എന്നെ അറിയാം, കിച്ചുവിന് അവൻ്റെ അമ്മേനെ അറിയാം, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അമ്മേനെ അവനറിയാം എന്നിങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ മോൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിന് നല്ല വേദനയുണ്ട്. ആ കുട്ടിക്ക് നല്ല മാനസിക വിഷമമുണ്ട്. പക്ഷേ അടുത്തിരുന്നിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് പറയാണ്, എന്നെ അറിയാം മോൻ, അവന് കിച്ചുവിന് എന്നെ അറിയാം, അവൻ്റെ അമ്മേനെ അറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൻ്റെ വിഷമം മാറുമോ? അരുത് എന്ന് പറഞ്ഞാൽ നിൽക്കില്ല, ആ പരുവത്തിലെത്തിരിക്കണു. പോട്ടെ, എവിടം വരെയെങ്കിലുമൊക്കെ പോട്ടെ, എവിടെ എത്തും നമുക്ക് കണ്ടറിയാലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.